കോട്ടയം മെഡിക്കൽ കോളേജാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോട്ടയം മെഡിക്കൽ കോളേജിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട നടപടികളെക്കുറിച്ച് ഇപ്പോഴും അധികൃതർക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. തർക്കുത്തരം പറഞ്ഞ് കാര്യം നേടുക എന്നുള്ള ഒരു പഴയ ശൈലിയാണ് ചില ആളുകൾ ഈ കാര്യത്തിൽ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആ തർക്കുത്തരം അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരു പ്രശ്നമുണ്ടായി, സത്യസന്ധമായി ആ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അതിന് പരിഹാരം ഉണ്ടാക്കണം. ഭരണത്തിലിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്കാണ് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റ ഒന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ അവിടെ ലഭ്യമല്ല. പ്രധാനപ്പെട്ട സർജിക്കൽ ഉപകരണങ്ങൾ പോലും രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്, മരുന്നുകൾക്ക് പുറത്തേക്ക് കുറിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടത് ഫയർ ലൈൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫയർ എഞ്ചിൻ വരുന്നതിനോ അപകടമുണ്ടായാൽ അപകടത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നതിനോ സൗകര്യമില്ലാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരാതി. അത് കറക്റ്റുമാണ്. പക്ഷെ നേരത്തെ അതിനുള്ളിൽ ഹിറ്റാച്ചി വരെ കയറുമായിരുന്നു. അങ്ങനെ കയറുന്ന സ്ഥലം കെട്ടിയടച്ച് അവിടെ നെഫ്രോളജിയുടെ ഒരു പുതിയ വാർഡ് തുടങ്ങി അങ്ങോട്ടുള്ള പ്രവേശന കവാടം അടച്ചവർ തന്നെയാണ് ഇപ്പോൾ കവാടമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ കെട്ടിടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ കെട്ടിടത്തിന് അവിടെ തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇത് കയറാൻ പറ്റിയില്ല. 2ാം നിലയിലാണ് തീ കണ്ടത്. 3ാം നിലയിലേക്ക് 4ാം നിലയിലേക്ക് അത് കത്തിപ്പടർന്നു. അവസാനം വളരെ വിഷമിച്ചിട്ടാണ് ആ തീ കെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷികൾ നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ ചെന്നു. ഒരുമിച്ച് ചെന്ന് ആ പരിസര പ്രദേശത്തെ കളിക്കാനേ പറ്റുന്നില്ല. കാരണം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള ഒരു നടപടിയില്ല. അവിടെ സ്വാഭാവികമായിട്ടും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ബിൽഡിംഗ് റൂൾസ് പോലും പാലിച്ചിട്ടില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തീപിടുത്തത്തിൽ, അതും പുതിയ കെട്ടിടത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തീപിടുത്തത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്ത് നടപടിയെടുത്തു? പഴയതിനെ ഉണ്ടായില്ല, ഉണ്ടായിരുന്നതിനെ കെട്ടിയടച്ച് ഒരു ലാബാക്കി മാറ്റി. തൊട്ടിപ്പുറത്ത് വന്നിട്ട് ഈ പുതിയത് അത് തുടങ്ങിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിൽ നിന്നും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത് ഒന്നും ചെയ്യാതെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. 2, അവിടെ HMC ആണ് കൂടേണ്ടത്. HMC കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം HMC കൂടിയിട്ട് 2 വർഷമായി. HMC കൂടിയിട്ടില്ല. എന്നാൽ അവിടെ ഉള്ള ഫണ്ടുണ്ട്, ആ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളൊരു ഓഡിറ്റ് വേണ്ടേ? ആ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഒരു ആക്ഷേപം പറയാൻ പറ്റുന്ന നിമിഷങ്ങളിലല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനതൊന്നും ഒരു ആക്ഷേപമായിട്ടേ പറയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അവിടെ വരുന്ന ഒരു ഫണ്ട്, അതിനകത്ത് ക്ലിനിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി നോൺ ക്ലിനിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാവുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. സംസ്ഥാനത്തെ ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്ര % നോൺ ക്ലിനിക്കൽ കാര്യത്തിന് പോകാം. നോൺ ക്ലിനിക്കൽ കാര്യത്തിന് വേണ്ടിയാണ് ഈ ആളുകൾക്ക് പിൻവാതിൽ നിയമനമായാലും ദിവസക്കൂലി ആയാലും അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ്, നോൺ ക്ലിനിക്കൽ എക്സ്പെൻഡിച്ചറിൽ നിന്നാണ്. അപ്പോൾ ക്ലിനിക്കൽ എക്സ്പെൻഡിച്ചറും നോൺ ക്ലിനിക്കൽ എക്സ്പെൻഡിച്ചറും എന്ത് എന്നുള്ളത് കൃത്യമായി അവരാണ് സൂക്ഷിക്കേണ്ടത്. ഞാനത് ആക്ഷേപമായിട്ടേ പറയുന്നില്ല. എൻ്റെ പേരിൽ ആക്ഷേപമായി നിങ്ങൾ എഴുതുകയും ചെയ്യരുത്. പക്ഷേ ആക്ഷേപമല്ല, യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അത് HMC കൂടാത്തത് എന്താ? HMC കൂടാതെ HMCയുടെ അംഗീകാരമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിബന്ധനകൾ, റൂൾസുണ്ട്. ആ റൂൾസിനകത്തൊന്നും പറയുന്നുമില്ല. അപ്പോൾ HMC അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടണം. HMC കൂടാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് ഈ HMC അംഗങ്ങൾ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. HMC കൂടുന്നില്ല, പരാതി ഉണ്ടോ എന്ന് പരിശോധിച്ചോണം. HMC കൂടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. HMC കൂടാത്തതിൻ്റെ ഒരു കാരണം കളക്ടർ അവരോട് പറഞ്ഞതായി എനിക്ക് മനസ്സിലായത്,
വളരെ തമാശയുള്ള റീസണാണ്. ഞാനതിപ്പോൾ നിങ്ങളോട് പറയുന്നതേ ഇല്ല. കാരണം നമുക്ക് ഈ സമയത്ത് ആളുകളെ കുത്തിവേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സമയമല്ല നമ്മൾ നിൽക്കുന്ന ഈ നിർണായകമായ നിമിഷം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ HMC കൂടേണ്ടിയിരുന്നു. 2 കൊല്ലക്കാലമായി എന്തുകൊണ്ട് കൂടിയില്ല എന്നുള്ളതിനെക്കുറിച്ച് പറയണം. HMC കൂടാതെ ഉണ്ടായ എക്സ്പെൻഡിച്ചറെക്കുറിച്ച് ഏത് രൂപത്തിൽ അവർ അക്കൗണ്ട് ചെയ്യും, ഞാൻ ആക്ഷേപമായിട്ട് പറയല്ല, ഏത് രൂപത്തിൽ അവർ അക്കൗണ്ട് ചെയ്യും എന്നുള്ളത് കൂടി ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടതാണ്. അത് കഴിഞ്ഞ 9 വർഷത്തെ HDC ഫണ്ട്, അത് നേരത്തെ പറഞ്ഞതുപോലെ ആ HDC ഫണ്ടിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളുമായിട്ട് സംസാരിക്കട്ടെ. ഞാനത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അത് പ്രസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്, ചർച്ചാ വിഷയമാണ്. 2023 ഫെബ്രുവരി മാസത്തിൽ ഈ പുതിയ കെട്ടിടത്തിന് തീ പിടിച്ചു. ഞാനതാ നേരത്തെ പറഞ്ഞത്. നമ്മളെല്ലാം ആ തീ പിടിച്ച സ്ഥലത്ത് പോയതാണ്. അവിടെ ആവശ്യമായ പാസേജ് വേണമെന്നൊരാവശ്യം ആ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞതാണ്. ദൗർഭാഗ്യവശാൽ നമ്മൾ ഈ നിൽക്കുന്ന നിമിഷം വരെ അതുണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്.